ചങ്കളെ ഇന്നിപ്പോ കർണാടക കൂടെ ഇങ്ങനെ നടക്കണ്ടോ? ഞാനൊരു സംഭവം കണ്ട്. എന്താണ്? മൺഗ്ലാസ് കണ്ടോ? ഇവിടെ അതിനകത്ത് ചായ കൊടുക്കണമെന്നല്ലേ? അത് വിൽക്കാനുള്ളതാ? അത് അല്ല, ചായക്കടയാ. അല്ല, ഒന്ന് ബ്രെഡ് കിട്ടുമോ? പോയി നോക്കാം നമുക്ക്. കടണ്ട് ഇവിടെ ഒരു പിടുത്തോലോട്ടോ, ഇങ്ങനെ തേരാ പര നടക്കാണില്ലേ. മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മാമ്പഴം ഉണ്ട്, നല്ല മാങ്ങണ്ട്. തേരാപ്പാര നടക്കാണ്. ഒരു ബ്രെഡ് കടയും തരണപ്പോ പാത്രങ്ങളൊക്കെ നോക്ക്. പോണ വഴി കണ്ടോ? കണ്ടോ ചെമ്പിന്റെ പാത്രങ്ങളല്ലേ? ഇവിടെ കൂടുതൽ ചെമ്പും ഇതൊക്കെയാണ്. ഇവിടെ ഉണ്ട് ചോദിച്ചോക്ക. ആണ് വേറൊരു സംഭവം ഇങ്ങോട്ടോക്ക്. പഴയ കാലത്തെ കേട്ടോ, ചളങ്ങി പിളുങ്ങി ആകെ ഇതായത്. ബ്രെഡ് ഉണ്ടോ? കഴിച്ചില്ലായേ. 2 കൂടി മേടിക്കല്ലേ? 2 മതിയോ? 2 മതിയാവൂലേ? പിന്നെ മേടിച്ചതില്ല. പിന്നെ വേണേ പിന്നെ മേടിക്കാം. അത് മതി. എന്നാ 2 മേടിക്ക്. ആളില്ല. ആണോ? 2 ബ്രെഡ്. ഏത് ബന്നു വേണോ? ബന്നു വേണ്ട, ഇനി ബ്രെഡ് മതി. 2 കൂട് മതി. എങ്ങോട്ടേക്ക് പോയി? 2 മതിയാവൂലേ? 2 മതിയാവും. അത് മതി അല്ലേ? പിന്നെ കേക്കുകളൊക്കെ പലവിധം കേക്കുകളൊക്കെ ഉണ്ടല്ലോടാ. പഞ്ചസാരയൊക്കെ വിതറിയിക്കണം അതേ കൂടെ. നമ്മളവിടുത്തെ നമ്മളവിടെ വേറെ സൈസാലേ? വേറെ മോഡൽ കേക്ക്. ആകെ ഒരാളുള്ളൂ കടയിൽ. ആകെ ഒരാളുള്ളൂ. കിച്ചു എന്താ ആലോചിക്കണ്? നിന്റെ ഗണ്ണ് കാണിച്ച്. ബ്രെഡ് ദിൽഖുഷ് പട ഇതിഷ്ടാക്കിട്ടോ. ബ്രെഡ് കിട്ടിയോ? ആയി അണ്ണാ. അങ്ങനെ ബ്രെഡ് കിട്ടി. പോന്നാ ഇത് മതിയോ? അത് മതി. മതില്ലേ? അത് മതി. കൊറേ മേടിച്ച ബാക്കിയാവും. എനിക്ക് തിന്നാൻ തികയത്. എന്നാ പേര്? അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന ശ്രാവണപദകൊള എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അതിന്റെ മേലെ നമ്മൾ കയറിയതാണ്ടോക്ക. എങ്ങനെ വിറക്കായിരിക്കും എന്റെ മേലെ കയറിയാല്? ഇവിടുന്ന് നോക്കുമ്പോ വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഇനി അടുത്തതും ഇതേപോലെ തന്നെയാ. താഴ്ന്ന് നോക്കുമ്പോ വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഓനെന്താ പറയണേ? എന്താടാ? എന്ത്? വിളക്കല്ലേ? സാധനങ്ങൾ കൊറേ കിട്ടിട്ടോ. കൊറേ സാധനം മേടിച്ചിട്ടുണ്ട്. നല്ല കോളായിട്ടുണ്ട്. 2 മലകളാണ്. ഇതൊരെണ്ണം, അതപ്പുറത്ത് അങ്ങോട്ടും പോണ. അതിന്റെ നടുക്കാണ് ഈ കുളം, വലിയ കുളം. നമ്മക്കേ ഓലോട് പറയണായിരുന്നോ കേരളത്തിൽ നിന്ന് വന്നാന്ന് പറയണായിരുന്നു. കേരളത്തിൽ നിന്ന് വന്നാണ്, നിങ്ങൾ നാട് കാണാൻ വന്നാണ് പറയുന്നത്. വണ്ടിക്കൊന്നും ഒരു ലക്കിലാകാനൊന്നും ഇല്ല കേട്ടോ. എലിക്കോ പോണ്. മൂമാലട്ട് വണ്ടി പോകും. വണ്ടികൾ എത്രയാണ്. പുതിയ വണ്ടി എടുത്ത് പൂജിച്ചു പോകും. അവരുടെ ഭഗവാന്റെ അടുത്ത് പോയി പൂജിച്ചു പോവുകയാണ്. കടകളൊക്കെ ഉണ്ടോ? വേറെ സംഭവം ഉണ്ട്. നമ്മളെ നാട്ടിലത്തെ മാതിരിക്കേ ചക്ക ഞാൻ കണ്ടു നേരത്തെ. പഴുത്തൊക്കെ വരിക്ക. ഞമ്മക്ക് നാട്ടിൽ നിന്ന് 1 കിലോ 4 ചക്കയും കൊണ്ടു വന്നാൽ മതിയെന്നില്ലേ? എന്നിട്ട് ഇവിടെ റോഡ് സൈഡിൽ ഇരുന്ന് വിറ്റാതെയാണ്. ഇതാണ്ടോ അതൊക്കെ കേടായി. ഇരുന്നിരുന്ന് കേടായില്ലേ? പിന്നെ കക്കരിക്കെല്ലാം മസാല മുളകും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലത്തെ മാതിരിക്കേ വിശക്കുമ്പോ വല്ല നെയ്ച്ചോറോ ബിരിയാണി ഇല്ലെങ്കിൽ
സാധാ ചോറൊക്കെ കിട്ടണ വെച്ചാൽ കിട്ടൂല അല്ലേ? ആ അതിന് പണിയാണ്. ഇവിടെ ഇനി മറ്റേ ഇതില്ല, ജെയിംസിന്റെ അമ്പലല്ലേ, അപ്പൊ ഇറച്ചി മീനൊന്നും ഇതില്ല. അവരെന്നെയാണ് മൊത്തം ഇവിടെ ഉള്ളത്. ഈ ഒരു ഏരിയയിൽ മൊത്തം അവരെന്നെ. ഇതാണ്ടോ ഇതൊക്കെ വീടാണ്. വീടിന്റെ മുന്നിൽ ഫുള്ള് കോലം വരച്ചത്. അത് ഇതാണ് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ കുളം ഉണ്ടോ? നേരത്തെ കണ്ട്. കണ്ണാടി ബാഗിലുണ്ട്. ഭാഗ്യം. അത് ഇപ്പഴാ ഓർമ്മ വന്നു അല്ലേ? ഈ കലം എന്തിനാണ് ഇത്? നമുക്ക് വെള്ളം വിൽക്കാൻ തന്നെ. വാങ്ങണവരിപ്പോ എങ്ങനെ ഉപയോഗിക്കും? എന്തിനാണ്? പെരും ചൂടുണ്ട് അല്ലേ? സാധനങ്ങളാ അവിടെ എന്തോ ഒരു സാധനം, വെറൈറ്റി സാധനം, ഹോട്ടലാണത്. വെറൈറ്റി എന്തോ ഒരു സംഭവം അടുക്കിടക്ക് വെക്കുന്നുണ്ട്. പരിപ്പോടെ പോലത്തെ സാധനം എന്തോണ്. നമുക്ക് അതിന്റെ മേലെ കൂടി കയറണ്ടേ? അങ്ങോട്ടും കൂടിയും പോണം. ഇവിടുന്ന് നോക്കുമ്പോ വലിയ കുന്നൊന്നുമില്ല. പക്ഷെ അതിന്റെ മേലെ കയറി വന്നപ്പോഴത്തേന് തന്നെ പരിപ്പളകില്ല. അതിന്റെ കാലൊക്കെ വേനിക്കുണ്ട്. കാല് വറക്കുക. ഒരു ദിവസം തന്നെ വേണം ഇത് മൊത്തം കാണണമെങ്കിൽ. ഇവിടെ എന്താ ഇതൊക്കെ ഉണ്ടല്ലോ, പാർക്കുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ആ പാർക്കിലൊക്കെ ഒന്ന് പോയിരുന്നാലോ? ആ ഉദ്യാനം, ഗാർഡൻ. ടാറ്റു അടിക്കണം എനിക്ക്. ടാറ്റു അവിടെ ഉണ്ട്. ചക്കച്ചോള മെയിനാണ് കേട്ടോ ഇവിടെ. ഇതുവരെ കൈമ വളഞ്ഞൊന്നും പറ്റണില്ലേ? വളഞ്ഞൊക്കെ പറ്റിയില്ലേ? വളഞ്ഞു പറ്റാതിന്റെ വളഞ്ഞൊക്കെ പറ്റിയില്ല. എന്ന് കൊണ്ടുവച്ചാണത്? ആഘോഷാണ് കിച്ചൂരേ, ആഘോഷാണ്. ഇതൊക്കെ ഫുള്ള് അങ്ങോട്ടൊക്കെ ഫുള്ള് ജെയിൻസിന്റെ ഇതാണ്. പക്ഷെ നമുക്ക് അപ്പുറത്ത് എങ്ങനെ എത്തും? വണ്ടി ഇവിടെ തന്നെ നിർത്തിയിടുന്നുണ്ട് അല്ലേ? അത് ഈ പാർക്കിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് ആ പാറേന്റെ മേലെ കയറുന്നത്. അങ്ങനെ അത് ബസ് സ്റ്റാൻഡ് അല്ലേ? ആണ്ടേ, അവിടെ അതിൽ ആൾക്കാർ പോണത് കാണാം. നമ്മക്കിതിന്റെ സംഭവങ്ങളൊന്നും മനസ്സിലാവണില്ല. ഒരു കുന്നാണ് കേറി ഇറങ്ങി അല്ലേ? ആ മല പക്ഷെ ചിത്രദുർഗ ഇതിലേറെ വലിയ മല തന്നെയാണ്. ഇങ്ങനെ നമുക്ക് നടന്ന് വളഞ്ഞു തിരിഞ്ഞ് അങ്ങനത്തെ വേണ്ടോ വിഗ്രഹങ്ങളല്ലേ? കല്ല് നമ്മളെ ചെറുക്കം കിടക്കണ കണ്ടോ? അവിടെ നമ്മളെ ചെക്കനെ നമ്മള് രാവിലെ കൊണ്ടുപോയി നിർത്തിയാണ്. അവിടെ നിന്നിട്ടോ പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ ഞങ്ങള് ചെങ്കള ശ്രാവണ ബലകളൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ തിരിച്ചു പോരും. നമ്മള് വീടിന്റെ ഇതിന്റെ വീഡിയോ നമ്മള് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയുടെ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? നല്ല അടിപൊളി കിടിലൻ സ്ഥലമാണ്. അപ്പോൾ കാണാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. വരാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ദൂരമൊന്നുമില്ല. മൈസൂരിന് എത്ര 150 കിലോമീറ്റർ ഒക്കെയാണ് ഇങ്ങോട്ടുള്ള ദൂരം. ശ്രാവണ ബലഗോള എന്ന് പറഞ്ഞാൽ കാരണം ആ മലൻ്റെ ആ പാറൻ്റെ മേലെയാണ് അത്ഭുതം ഉള്ളത് അല്ലേ? എനിക്ക് കഴിയില്ല കേട്ടോ, എനിക്ക് വിറയ്ക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.